സ്വർഗം ചിരിച്ചപ്പോൾ കുമിൾ ഉണ്ടായി, ഭൂമി ചിരിച്ചപ്പോൾ മുത്തുകളുമുണ്ടായി എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചതായി അബ്ദുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് തിബ്ബുൻ നബവി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇസ്രായേൽ ജനതയ്ക്ക് മരുഭൂമിയിൽ അള്ളാഹു നൽകിയ പ്രത്യേക ഭക്ഷണമാണ് മഞ്ഞ്. ഊണിനെ ഇതിനോട് ഉപമിക്കാൻ കാരണമുണ്ട്. കൃഷി ചെയ്യാനോ വിതയ്ക്കാനോ നനയ്ക്കാനോ നിൽക്കാതെ തന്നെ ഭൂമിയിൽ നിന്ന് തനിയെ മുളച്ചു വരുന്നതാണ് കൂൺ. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കൂണിന്റെ നീര് കണ്ണിന് നല്ലതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. ചരിത്രത്തിൽ പല പണ്ഡിതന്മാരും കൂണിന്റെ നീര് ഉപയോഗിച്ച് കണ്ണ് രോഗങ്ങൾ ഭേദമാക്കിയതായി രേഖപ്പെടുത്തിയതായി കാണാം. ഇത് കണ്ണിൽ ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും വൃത്തിയുള്ളതും വിഷമില്ലാത്തതുമായ ഇനമാണെന്ന് ഉറപ്പുവരുത്തണം. വിറ്റാമിനുകളുടെ കലവറയാണ് കൂണ്. കൂണിൽ വിറ്റാമിൻ ബി, ഡി എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കൂൺ സഹായിക്കും. കൊളസ്ട്രോൾ ഒട്ടുമില്ലാത്ത ഭക്ഷണമായതിനാൽ ഹൃദയാരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. എല്ലാ കൂണുകളും ഭക്ഷ്യയോഗ്യമല്ല. കാട്ടുപ്രദേശങ്ങളിലും മറ്റും കാണുന്ന ചില കൂണുകൾ മാരകമായ വിഷമുള്ളതാണ്. അതിനാൽ കൃഷി ചെയ്തതോ അല്ലെങ്കിൽ കൃത്യമായി തിരിച്ചറിഞ്ഞതോ ആയ കൂണുകൾ മാത്രമേ ഭക്ഷണത്തിനോ ഔഷധത്തിനോ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചില മരങ്ങളിലും അതുപോലെ ചില സ്ഥലങ്ങളിലും വലിയ വട്ടത്തിലുള്ള കൂണുകളുണ്ട്. അതൊക്കെ വിഷമുള്ളതാണ്. വിഷമുള്ളതായതുകൊണ്ട് ഭക്ഷിക്കാനോ ശരീരത്തിന് വേണ്ടി ഉപയോഗിക്കാനോ പാടില്ല. പ്രകൃതിയാൽ ഉണ്ടാകുന്ന കൂണുകളും അതുപോലെ നല്ല ഇനം വിളവെടുക്കുന്ന കൂണുകളും ശരീരത്തിനേക്ക് ഏറ്റവും ഉന്മേഷം നൽകുമെന്ന് പഠനം അറിയിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണ് രോഗങ്ങൾക്ക് കുമിൾ ഉത്തമമായ ഒരു മരുന്നാണെന്ന് പ്രസ്താവിച്ചത് കേട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുമിൾ ശേഖരിച്ച് പിഴിഞ്ഞെടുത്ത നീര് സൂക്ഷിച്ചു വെച്ചു. ഒരിക്കൽ ഒരു അടിമപ്പെണ്ണിന്റെ കണ്ണിൽ ഇറ്റിച്ചു കൊടുത്തു. അവളുടെ കണ്ണ് രോഗം പെട്ടെന്ന് സുഗമമായി. ഈ വിവരം തുർമുദിയിലും മറ്റു ഹദീസുകളിലും രേഖപ്പെട്ടതായി കാണാം. ഒരിക്കൽ സഹാബികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കുമിൾ ഭൂമിയുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുമിൾ മന്ന വകയിൽപ്പെട്ടതാണെന്നും അതിന്റെ ചാറ് കണ്ണ് രോഗങ്ങൾക്ക് വിശേഷപ്പെട്ട മരുന്നാണെന്നും പ്രസ്താവിച്ചത് തുർമുദിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുമിൾ കിട്ടുന്നത് ധാരാളം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക എന്ന് മാത്രമല്ല കഴിക്കുക. എന്നാൽ ശരീരത്തിലുള്ള ചർമ്മത്തിലുള്ള രോഗങ്ങളും കൊളസ്ട്രോളുകളും ഹൃദയ രോഗങ്ങൾക്കും ഒക്കെ ശമനമാണ് എന്ന് തിബ്ബുൻ നബവിയ ഗ്രന്ഥങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് കുമിൾ നമ്മൾ ഉണ്ടാക്കുക, കഴിക്കുക, രോഗങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.